നമസ്കാരം കൂട്ടുകാരെ. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് തീരുന്നുണ്ടെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ദിവസവും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ മാറ്റിയാൽ ഗ്യാസ് കുറച്ച് ലാഭിക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഗ്യാസ് ലാഭിക്കാനുള്ള 10 എളുപ്പശീലങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുതേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടിപ്പ് 1. പാചകം തുടങ്ങുന്നതിനു മുമ്പ് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കുക. ആദ്യത്തെ ടിപ്പ് വളരെ എളുപ്പമുള്ളതാണെങ്കിലും പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പാചകം തുടങ്ങുന്നതിനു മുൻപ് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരിടത്തെടുത്ത് തയ്യാറാക്കി വെക്കുക. ഉദാഹരണത്തിന് സവാള അരിഞ്ഞതും തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലപ്പൊടികൾ, ഉപ്പ്, എണ്ണ, ആവശ്യമായ പാത്രങ്ങൾ എന്നിവയെല്ലാം കൈവശമുണ്ടെന്ന് ഉറപ്പാക്കുക. പലപ്പോഴും നമ്മൾ ഗ്യാസ് ഓണാക്കി എണ്ണ ചൂടാകാൻ വെച്ചതിന് ശേഷമാണ് മസാലപ്പൊടിയോ മറ്റേതെങ്കിലും സാധനമോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയം മുഴുവൻ ഗ്യാസ് വെറുതെ കത്തിക്കൊണ്ടിരിക്കും. ദിവസവും ഇങ്ങനെ കുറച്ചു മിനിറ്റ് പോലും പാഴായാൽ മാസാവസാനം അത് നല്ലൊരു ഗ്യാസ് നഷ്ടമായി മാറും. അതുകൊണ്ട് പാചകം തുടങ്ങുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് എടുത്ത് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കുന്നത് ഒരു നല്ല ശീലമാക്കൂ. ഇത് ഗ്യാസ് ലാഭിക്കാൻ മാത്രമല്ല, പാചകം കൂടുതൽ വേഗത്തിലും ക്രമമായും പൂർത്തിയാക്കാനും സഹായിക്കും. ടിപ്പ് 2. വെള്ളം തിളച്ചാൽ തീ കുറയ്ക്കുക. രണ്ടാമത്തെ ടിപ്പ് വളരെ ലളിതമാണ്, പക്ഷെ പല വീടുകളിലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. പലരും വെള്ളം തിളച്ച ശേഷവും അതേപോലെ വലിയ തീയിൽ തന്നെ പാചകം തുടരും. എന്നാൽ മിക്ക ഭക്ഷണങ്ങൾക്കും വെള്ളം ഒരിക്കൽ തിളച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ തീയുടെ ആവശ്യമില്ല. ഉദാഹരണത്തിന് കറി, പരിപ്പ്, മുട്ട, പാസ്ത, നൂഡിൽസ് തുടങ്ങിയവ വെള്ളം നന്നായി തിളച്ചത് ശേഷം തീ മീഡിയമോ ലോ ഫ്ലെയിമോ ആക്കിയാൽ തന്നെ നന്നായി വേവും. വലിയ തീയിൽ വെച്ചാൽ പലപ്പോഴും വെള്ളം പുറത്തേക്ക് തിളച്ചു പോവുകയും ഗ്യാസ് കൂടുതൽ ചെലവാകുകയും ചെയ്യും. ചില വിഭവങ്ങളുടെ രുചിയെയും അത് ബാധിക്കാം. അതിനാൽ വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ തീ കുറയ്ക്കുന്ന ശീലം ഉണ്ടാക്കൂ. ഇതിലൂടെ ഗ്യാസ് പാഴാകുന്നത് കുറയുകയും ഭക്ഷണം ശരിയായ രീതിയിൽ വേവുകയും ചെയ്യും. ചെറിയൊരു മാറ്റമാണെങ്കിലും ദിവസവും ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ലാഭം നേടാൻ കഴിയും. ടിപ്പ് 3. പാചകം ചെയ്യുമ്പോൾ പാത്രത്തിന് മൂടി ഉപയോഗിക്കുക. അടുത്ത ടിപ്പ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. പാചകം ചെയ്യുമ്പോൾ കഴിയുന്നത്ര പാത്രത്തിന് മൂടി ഉപയോഗിക്കാൻ ശ്രമിക്കൂ. പലരും കറി തിളപ്പിക്കൽ, പച്ചക്കറികൾ വേവിക്കൽ തുടങ്ങിയ സമയങ്ങളിൽ പാത്രം തുറന്നുവെച്ചാണ് പാചകം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചൂട് പുറത്തേക്ക് നഷ്ടപ്പെടും. അതിന്റെ ഫലമായി ഭക്ഷണം വേവാൻ കൂടുതൽ സമയമെടുക്കുകയും ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. അതേസമയം പാത്രം മൂടിവെച്ചാൽ ചൂടും ആവിയും പാത്രത്തിനുള്ളിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഭക്ഷണം വേഗത്തിൽ വേവും, ഗ്യാസ് ഉപയോഗവും കുറയും. പ്രത്യേകിച്ച് അരി, പരിപ്പ്, കറികൾ, പച്ചക്കറികൾ എന്നിവ പാകം ചെയ്യുമ്പോൾ മൂടി ഉപയോഗിക്കുന്നത് നല്ല ശീലമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പാൽ തിളപ്പിക്കുമ്പോഴോ വളരെ നുരയുന്ന ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോഴോ പാത്രം പൂർണ്ണമായി മൂടിവെച്ചാൽ ചിലപ്പോൾ തിളച്ചു പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുക. ചെറിയൊരു ശീലം മാത്രമാണിത്. പക്ഷേ ദിവസേന ഇത് പാലിച്ചാൽ പാചക സമയം കുറയാനും ഗ്യാസ് ലാഭിക്കാനും സഹായിക്കും. ടിപ്പ് 4. ആവശ്യത്തിന് അനുയോജ്യമായ ബർണർ ഉപയോഗിക്കുക. നാലാമത്തെ ടിപ്പ് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഗ്യാസ് സ്റ്റൗവിൽ 2 അല്ലെങ്കിൽ 3 ബർണറുകൾ ഉണ്ടെങ്കിൽ പാചകത്തിന് അനുയോജ്യമായ ബർണർ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കൂ. ഉദാഹരണത്തിന് ഒരു ചെറിയ പാത്രത്തിൽ ചായ തിളപ്പിക്കാനോ പാൽ ചൂടാക്കാനോ ഒരു ചെറിയ കറി ഉണ്ടാക്കാനോ ആണെങ്കിൽ ചെറിയ ബർണർ തന്നെ ഉപയോഗിക്കുക. ഇതിന് വലിയ ബർണർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വലിയ ബർണറിന്റെ തീ കൂടുതൽ വലുതായതിനാൽ ചെറിയ പാത്രത്തിന്റെ വശങ്ങളിലൂടെ ചൂട് പുറത്തേക്ക് പോകാം. അതുവഴി ഗ്യാസ് കൂടുതൽ ചെലവാകുകയും അത്ര പ്രയോജനം ലഭിക്കാതിരിക്കുകയും ചെയ്യും.
അതേസമയം വലിയ പാത്രത്തിൽ കൂടുതൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വലിയ ബർണർ ഉപയോഗിക്കുന്നത് ശരിയായ തിരഞ്ഞെടുപ്പാണ്. പാത്രത്തിന്റെ വലിപ്പത്തിനും പാചകത്തിന്റെ ആവശ്യത്തിനുമനുസരിച്ച് ബർണർ തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാന കാര്യം. ഇനി മുതൽ ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചെറിയ പാത്രങ്ങൾക്ക് ചെറിയ ബർണറും വലിയ പാത്രങ്ങൾക്ക് വലിയ ബർണറും ഉപയോഗിക്കുന്ന ശീലമുണ്ടാക്കൂ. ദിവസേന ഇത് പാലിച്ചാൽ ഗ്യാസ് പാഴാകുന്നത് കുറയ്ക്കാനും കൂടുതൽ കാര്യക്ഷമമായി പാചകം ചെയ്യാനും സഹായിക്കും. ടിപ്പ് 5. കഴിയുന്നിടത്തോളം പ്രഷർ കുക്കർ ഉപയോഗിക്കുക. 5-ാമത്തെ ടിപ്പ്, കഴിയുന്നിടത്തോളം പ്രഷർ കുക്കർ ഉപയോഗിക്കുന്ന ശീലം വളർത്തുക എന്നതാണ്. പരിപ്പ്, കടല, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, ചേന, ചില തരത്തിലുള്ള കറികൾ, ചോറ് എന്നിവ പോലുള്ള വിഭവങ്ങൾ പ്രഷർ കുക്കറിൽ വളരെ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയും. സാധാരണ പാത്രത്തിൽ ഇവ വേവിക്കാൻ കൂടുതൽ സമയമെടുക്കും. ആ സമയം മുഴുവൻ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ പ്രഷർ കുക്കറിനുള്ളിൽ ആവി കുടുങ്ങി ഉയർന്ന മർദ്ദമുണ്ടാകുന്നതിനാൽ ഭക്ഷണം വളരെ വേഗത്തിൽ വേവും. അതിലൂടെ പാചക സമയം കുറയുകയും ഗ്യാസ് ഉപയോഗവും കുറയുകയും ചെയ്യും. ഉദാഹരണത്തിന്, പരിപ്പ് സാധാരണ പാത്രത്തിൽ വേവിക്കാൻ നല്ല സമയമെടുക്കാം. എന്നാൽ പ്രഷർ കുക്കറിൽ ഏതാനും വിസിലുകൾ മതി. അതുപോലെ ഉരുളക്കിഴങ്ങും മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളും കുക്കറിൽ എളുപ്പത്തിൽ വേവിച്ചെടുക്കാം. അതുകൊണ്ട് പ്രഷർ കുക്കറിൽ പാകം ചെയ്യാൻ കഴിയുന്ന വിഭവങ്ങൾ കഴിയുന്നത്ര അതിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കൂ. ഇത് സമയം ലാഭിക്കാനും ഗ്യാസ് ഉപയോഗം കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു നല്ല ശീലമാണ്. ഒരു ചെറിയ ശ്രദ്ധ: പ്രഷർ കുക്കർ എപ്പോഴും നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായി ഉപയോഗിക്കുക. ഗാസ്കറ്റ്, സേഫ്റ്റി വാൽവ് എന്നിവ നല്ല നിലയിലാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നതും നല്ല ശീലമാണ്. ടിപ്പ് 6. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണം ഉടൻ ചൂടാക്കരുത്. 6-ാമത്തെ ടിപ്പ് പലരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ ശീലമാണ്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഭക്ഷണം ഉടൻ തന്നെ ഗ്യാസിൽ വെച്ച് ചൂടാക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കൂ. കഴിയുമെങ്കിൽ അത് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ പുറത്തുവെച്ച് തണുപ്പ് കുറയാൻ അനുവദിച്ച ശേഷം ചൂടാക്കുക. കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ താപനില വളരെ കുറവായിരിക്കും. അത്തരം ഭക്ഷണം നേരിട്ട് ചൂടാക്കുമ്പോൾ ആദ്യം ആ തണുപ്പ് മാറാനാണ് കൂടുതൽ സമയം വേണ്ടിവരുന്നത്. അതിനുശേഷമാണ് ഭക്ഷണം ആവശ്യത്തിന് ചൂടാകുന്നത്. അതിനാൽ ഗ്യാസ് കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടിവരും. അതേസമയം ഭക്ഷണം കുറച്ചുനേരം പുറത്തുവെച്ചാൽ അതിന്റെ തണുപ്പ് കുറയും. പിന്നീട് ചൂടാക്കാൻ കുറച്ച് സമയം മതി. ഇതിലൂടെ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാനും സമയം ലാഭിക്കാനും സഹായിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: ഭക്ഷണം മണിക്കൂറുകളോളം പുറത്തുവെക്കരുത്. സാധാരണയായി 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രം പുറത്തുവെക്കുന്നത് മതി. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ ഭക്ഷണം ദീർഘനേരം പുറത്തുവെച്ചാൽ കേടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ചെറിയ ശീലം സുരക്ഷിതമായി പാലിച്ചാൽ പാചക സമയവും ഗ്യാസ് ഉപയോഗവും കുറയ്ക്കാൻ സഹായിക്കും. ടിപ്പ് 7. ബർണറിലെ തീയുടെ നിറം ഇടയ്ക്കിടെ പരിശോധിക്കുക. 7-ാമത്തെ ടിപ്പ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമാണ്. നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിലെ ബർണറിലെ തീയുടെ നിറം ഇടയ്ക്കിടെ നോക്കുക. സാധാരണയായി ബർണർ ശരിയായി പ്രവർത്തിക്കുമ്പോൾ തീയുടെ നിറം നീലയായിരിക്കും. നീല തീ എന്നത് ഗ്യാസ് നല്ല രീതിയിൽ കത്തുന്നുവെന്നതിന്റെ സൂചനയാണ്. അങ്ങനെയായാൽ പാചകവും വേഗത്തിൽ നടക്കുകയും ഗ്യാസ് കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ തീ മഞ്ഞയോ ഓറഞ്ച് നിറത്തിലോ കാണുന്നുണ്ടെങ്കിൽ അത് ബർണറിലെ ചെറിയ ദ്വാരങ്ങളിൽ അഴുക്കോ എണ്ണയോ പൊടിയോ അടിഞ്ഞുകൂടിയതുകൊണ്ടാകാം. ചിലപ്പോൾ ഗ്യാസ് ശരിയായി കത്താതെ പോകുന്നതിന്റെയും സൂചനയായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ പാചകത്തിന് കൂടുതൽ സമയമെടുക്കുകയും ഗ്യാസ് ഉപയോഗം കൂടുകയും ചെയ്യാം. അതുകൊണ്ട് ബർണർ ഇടയ്ക്കിടെ വൃത്തിയാക്കുന്ന ശീലമുണ്ടാക്കൂ. ബർണർ പൂർണ്ണമായും തണുത്തതിന് ശേഷമെടുത്ത് അതിലെ ചെറിയ ദ്വാരങ്ങൾ അടഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ നിർമ്മാതാവിന്റെ നിർദ്ദേശപ്രകാരം വൃത്തിയാക്കുക. ഒരു ചെറിയ ശ്രദ്ധ കൂടി: ബർണർ വൃത്തിയാക്കിയ ശേഷവും തീ തുടർച്ചയായി മഞ്ഞ നിറത്തിൽ തന്നെയാണെങ്കിൽ സ്റ്റൗവിന് സർവീസ് ആവശ്യമായേക്കാം. അത്തരം സാഹചര്യത്തിൽ അംഗീകൃത സർവീസ് സെന്ററിന്റെ സഹായം തേടുന്നതാണ് നല്ലത്. ഈ ചെറിയ പരിശോധനയും പരിപാലനവും
നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഗ്യാസ് പാഴാകാതിരിക്കാനും ടിപ്പ് 8. പാത്രത്തിന്റെ അടിഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അടുത്ത ടിപ്പ് വളരെ ലളിതമാണെങ്കിലും ഗ്യാസ് ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല ശീലമാണ്. പാചകം ചെയ്യുന്ന പാത്രങ്ങളുടെ അടിഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കൂ. പലപ്പോഴും പാത്രത്തിന്റെ അടിയിൽ കരിയോ എണ്ണയോ ഭക്ഷണാവശിഷ്ടങ്ങളോ പിടിച്ചിരിക്കും. ഇങ്ങനെ കരി പിടിച്ച പാത്രം ഉപയോഗിക്കുമ്പോൾ ചൂട് പാത്രത്തിലേക്ക് കാര്യക്ഷമമായി എത്താൻ കൂടുതൽ സമയമെടുത്തേക്കാം. അതിനാൽ ഭക്ഷണം വേവാനും കൂടുതൽ സമയമെടുക്കാം. അതുകൊണ്ട് പാചകം കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടിഭാഗവും നന്നായി കഴുകുന്ന ശീലമുണ്ടാക്കുക. കരി കൂടുതൽ അടിഞ്ഞുകൂടാൻ അനുവദിക്കാതിരിക്കുക. വൃത്തിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പാചകം കൂടുതൽ എളുപ്പമാക്കുകയും സ്റ്റൗവിനെയും വൃത്തിയായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇതൊരു ചെറിയ ശീലമാണെങ്കിലും ദിവസേന ശ്രദ്ധിച്ചാൽ പാചകം കൂടുതൽ സൗകര്യപ്രദമാകാനും അനാവശ്യമായ സമയം പാഴാകുന്നത് കുറയ്ക്കാനും സഹായിക്കും. അതിനാൽ ഇന്നു മുതൽ പാത്രത്തിന്റെ ഉള്ളിൽ മാത്രമല്ല അടിഭാഗവും വൃത്തിയാക്കാൻ മറക്കരുത്. ടിപ്പ് 10. ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. 10ാമത്തെയും അവസാനത്തെയും ടിപ്പ് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക എന്നതാണ്. പലപ്പോഴും അരി വേവിക്കുമ്പോഴോ മുട്ട പുഴുങ്ങുമ്പോഴോ പച്ചക്കറികൾ വേവിക്കുമ്പോഴോ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാൽ അത് തിളപ്പിക്കാനും ചൂടാക്കാനും കൂടുതൽ സമയം വേണ്ടിവരും. അതോടൊപ്പം ഗ്യാസ് ഉപയോഗവും കൂടും. ഉദാഹരണത്തിന് 2 മുട്ട പുഴുങ്ങാൻ ഒരു വലിയ പാത്രം നിറയെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായത്ര വെള്ളം മതി. അതുപോലെ പച്ചക്കറികൾ വേവിക്കുമ്പോഴും ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ചാൽ അവ വേഗത്തിൽ വേവും. അരി പാകം ചെയ്യുമ്പോഴും ശരിയായ അളവിൽ വെള്ളം ചേർത്താൽ പാചകം കൂടുതൽ കാര്യക്ഷമമാകും. അതുകൊണ്ട് പാചകം തുടങ്ങുന്നതിനു മുമ്പ് ഈ വിഭവത്തിന് ശരിക്കും എത്ര വെള്ളം വേണം എന്ന് ഒരു നിമിഷം ചിന്തിക്കുന്ന ശീലമുണ്ടാക്കൂ. ഇത് ഗ്യാസ് ലാഭിക്കാൻ മാത്രമല്ല, പല വിഭവങ്ങളുടെയും രുചിയും ഗുണവും നിലനിർത്താനും സഹായിക്കും. ചെറിയ മാറ്റങ്ങൾ വലിയ ലാഭം നൽകും. ഈ ഒരു ശീലം മാത്രം ദിവസവും പാലിച്ചാലും അനാവശ്യമായ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ 10 ചെറിയ ശീലങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവയിലെല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടതില്ല. ഓരോ ശീലവും പതിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഗ്യാസ് ഉപയോഗത്തിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം. ഈ 10 ടിപ്സുകളിൽ നിങ്ങൾ ഇന്നു മുതൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏതാണ്? കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സും ഗാർഡനിംഗ് വീഡിയോകളും കാണാൻ ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.